ഉമ്മയെ ഉപ്പയെ ഒക്കെ ഒഴിവാക്കി ഒരു പുതു വീട്ടിലേക്ക് വരുന്ന ഈ പെണ്ണിൻ്റെ അവസ്ഥ, അതിൻ്റെ ഒരു മാനസികാവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് അല്ലേ. ഒരു പെണ്ണ് എങ്ങനെ ആയിരിക്കും ആ പുതിയ വീട്ടിൽ ഞാൻ ജീവിക്കുക എന്നൊക്കെ ഒരു പല അവസ്ഥകൾ ഉണ്ടാവില്ലേ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം. അതിന് പുറമെ ഈ ഒരു ഇത്രയും വലിയ ഒരു ട്രോളും അതുപോലെ ഇങ്ങനെ ഒരു വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവൾ ഒരുപാട് തവണ കരിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ എൻ്റെ ഉമ്മ നിസ്കാരപ്പായിലിരുന്ന് കരിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉപ്പ പലവട്ടം പലർക്കും വിളിച്ച് ചോദിക്കുമ്പോൾ കരഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ 2 മക്കൾ എന്താ ചെയ്തത്, എൻ്റെ മരുമകൾ എന്താ ചെയ്തത് എന്നറിയില്ലല്ലോ. കാരണം ഇതിന് ഞാൻ പുതിയാപ്പിളായ ഞാനോ പുതിയണ്ണായ എൻ്റെ റുഷ്ദ മോളോ അതായത് എൻ്റെ വൈഫോ അവിടെ പെരക്കാർ ആരും ഇതിന് ഉത്തരവാദികളല്ല. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പെൺകുട്ടിയുടെ അവസ്ഥ. റുസ്ത തസ്ലീം ആരിഫ എന്ന ഒരു വധുവായിട്ടുള്ള ഒരു വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ, എത്രത്തോളം വേദന. പലരും പറഞ്ഞത് ആ പെൺകുട്ടിക്ക് അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവൂല, എന്തിനായിരുന്നു എന്ന് ചിന്തിച്ചാല് ഒരു ആവശ്യമില്ലായിരുന്നു, ഒരു രസം. പക്ഷെ ആ രസം ഒരു പെൺകുട്ടിയുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ ഉണ്ടാക്കിയ വേദന, അവളുടെ ആ ഒരു നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയോ ആ ഒരു പെൺകുട്ടിക്ക്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹുമായി എന്ത് വിഷയത്തിലേക്കും നമ്മൾ തുടക്കം കുറിച്ചാൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പുണ്യകർമ്മമാണെന്നുള്ള നമ്മളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ആ പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെയൊരു സദസ്സ് നമ്മൾ സംഘടിപ്പിച്ചത്. അതിലൂടെ ഇത്രയും വലിയൊരു ട്രോളായി മാറുന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷയില്ല. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മാധ്യമങ്ങളും പാട്ടന്മാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായ പലരും ഈ സദസ്സിലേക്ക് വന്നു. എല്ലാവരും നല്ല ഭംഗിയിൽ പാട്ടൊക്കെ പാടി തന്നു. വിമർശനങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ ഉസ്താദിൻ്റെ കൂടെ മദ്ഹ് ആലപിക്കുന്ന പാട്ട് പാടുന്ന ആളുകൾ ആണ് അന്ന് ആ പാട്ട് പാടിയ ആളുകളൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ് അല്ലേ? പാട്ട് പാടിയ ആളുകളൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഈ വേഷത്തിന് യോജിച്ചതായിട്ടുള്ള വരിയല്ല അവിടെ പാടിയത്. മൂപ്പര് പാടിയത് നമ്മളെ സുഹൃത്തല്ലേ, ഒന്ന് ഉഷാറാക്കി കൊടുക്കാന്നുള്ള നിലക്കാണ്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ പുറത്തിങ്ങനെ ഓരോരുത്തരെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു വർത്താനുണ്ട്, സമദ് ഉസ്താദേ ഞാൻ പാട്ടിൽ അറിയാതെ എടാ സമതേ എന്നുള്ളൊരു പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കരുത്, പൊരുത്തപ്പെട്ടിട്ടുണ്ട്. മൂപ്പരെന്താ പാടിയെന്ന് കൂടി എനിക്കറിയില്ല, കാരണം ഞാൻ കല്യാണ തിരക്കിലാണ്. അതൊരു നിമിഷ കവി എഴുതിയതുപോലെ ആ സന്ദർഭത്തിൽ എഴുതി ഉണ്ടാക്കിയൊരു പാട്ട് അപ്പം പാട്. അപ്പോൾ മൂപ്പര് പാടി. അത് സമൂഹ മാധ്യമങ്ങൾ പല രൂപത്തിലും ദ്വയാർത്ഥം വെച്ച് അതിനെ പല രൂപത്തിലും ട്രോളി ഈ ഒരു വിധത്തിൽ എന്നെയും എൻ്റെ വൈഫിനെയും കുടുംബത്തെയും ഇത്രയും വലിയ വിഷമത്തിലേക്ക് എത്തിച്ചു. സ്വാഭാവികമായിട്ട് നമ്മളെ സുഹൃത്തുക്കളാവുമ്പോൾ ആ സുഹൃത്തുക്കൾ എടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം കൂടി പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റുസ്തമോൾക്ക് വലിയ കുഴപ്പമുണ്ടാവൂല, റുസ്തമോള് ഇതിനൊന്നും വലിയ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ. എന്നാൽ ആ പെൺകുട്ടിക്കും ആ കുടുംബത്തിനുമുള്ള വേദനകള് ഈ മനുഷ്യൻ ഇവിടെ വിവരിക്കുന്നുണ്ട്. ഒന്ന് കേട്ടോക്കിങ്ങള്. ഒരുപാട് നമ്മളെ മനുഷ്യനെയും ആ കുടുംബത്തിനെയും ആ പെൺകുട്ടീൻ്റെ പേരൊക്കെ വെച്ചിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ട്. ആ ആളുകൾ പ്രത്യേകം ഒന്ന് കേൾക്കണം. അതുപോലെ മറ്റുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളേ, കാരണം അവരറിയട്ടെ ഈ മനുഷ്യന് ഇത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്ന്. ഉണ്ടല്ലോ അല്ലെ, ആ സുഹൃത്തുക്കൾ എടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം അതൊരു പാട്ടായി മാറുന്നു. സുഹൃത്തിന്റെ കല്യാണത്തിൽ ഉണ്ടാവുന്ന തമാശകളൊക്കെ ഒപ്പിച്ചൊരു പാട്ട് പാടുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുമാത്രമല്ല, ഇതിലൂടെ ഉണ്ടായ പ്രയാസം കാരണം മൂപ്പരും ഈ പാട്ട് പാടിയ ആൾ പോലും വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. മൂപ്പർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങുമ്പോൾ ആളുകൾ സെൽഫി എടുക്കുക, കളിയാക്കുക. മാത്രമല്ല മൂപ്പര് എനിക്ക് വിളിച്ച് ഒരുപാട് തവണ പൊരുത്തം ചോദിച്ചിട്ടുണ്ട്, എൻ്റെ വൈഫിനോട് കുടുംബത്തോടൊക്കെ. ഞാൻ കാരണമാണല്ലോ. വിമർശനം കേൾക്കുന്നത് നൗഷാദ് ബാക്കവിയുടെ വിമർശനമാണ്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വിമർശനം, നിങ്ങൾ എങ്ങനെ പാട്ടുപാടിയാലും കുഴപ്പമില്ല, ഒരു ഈമാനുള്ള ഇസ്ലാമിൻ്റെ കുപ്പായം ഇട്ട് പാടുമ്പോൾ അത് ഒരു മര്യാദകേടായിപ്പോയി എന്നുള്ളതാണ്. അതെ, അതിന് നേരത്തെ പറഞ്ഞ പോലെ ഈ വേഷത്തിനോട് യോജിച്ച വരികളല്ല അത്. കാരണം ഈ പാട്ട് പാടിയ ആൾ ഉസ്താദോ മൂലരോ ഒന്നുമല്ല, ഒരു നാടനായ വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സദസ്സിൽ മൂപ്പരെ കൂടെ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളായ ഉസ്താദുമാർ പലരുണ്ട്. അവർക്ക് പോലും അവർ ഏറ്റെടുത്ത കുറേ പരിപാടികൾ ഈ ഒരു കാരണം മിസ്സായ ഒരു പരിപാടികളാണ്. അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ഏതൊരു വ്യക്തികളായപ്പോൾ ഇത്രയും സോഷ്യൽ മീഡിയകളിൽ എതിർക്കുന്ന പലരുണ്ടല്ലോ. ഇവർ തന്നെ ആ സദസ്സിലുണ്ടായാൽ പോലും ആ സദസ്സിലെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ സ്പോട്ടിൽ ആരും പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത് നിർത്താനോ. പലരും ചോദിച്ചൊരു ചോദ്യമാണ്, ആ സദസ്സിലുള്ള മറ്റുള്ള ആളുകൾ മിണ്ടാതിരിക്കുകയാണോ എന്ന്. അതിനുള്ള മറുപടിയാണ് സമദ് സഖാഫി ഇവിടെ പറയുന്നത്. ചിലത് അങ്ങനെയാണ്. ആ സദസ്സിൽ ഉണ്ടായിരിക്കെ തന്നെ അതിനെ വിമർശിക്കാൻ ചിലപ്പോൾ കഴിയൂല. കാരണം മറ്റുള്ള ആളുകൾ അവിടെ നാണം കെടുമല്ലോ എന്നുള്ള ഒരു കാര്യം വിചാരിച്ചിട്ടാണ്.
അപ്പൊ നിങ്ങൾക്ക് പിന്നെ എതിർക്കാൻ കഴിയും, ഇത്രത്തോളം മലീമസമായ വാക്കുകൾ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ചിലർക്ക് അതിപ്പോ ഈ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിരുന്നോണ്ട് വിമർശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും കഴിയൂല അത്. ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ആ ഒരു വരിയോട് പലരും അപ്പം മിണ്ടാതിരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും പ്രതികരിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയവുമായിട്ട് സോഷ്യൽ മീഡിയയിൽ. അവർക്ക് പോലും ചിലപ്പോൾ കഴിയൂല. കാരണം ഓരോ സദസ്സിനും ഓരോ ഹുർമത്തുണ്ട്. വ്യക്തിയുടെ ഒരു ആഗ്രഹമാണ് അവരുടെ കല്യാണം എപ്പോഴും ഏത് ടൈമിലും കാണാന്നുള്ളത്. അപ്പോൾ ആ നിലക്ക് ലൈവ് ചെയ്തു. ആ ലൈവ് ചെയ്ത് സൂക്ഷിച്ചത് എന്തിനാ ശരി, എപ്പോൾ വേണമെങ്കിൽ നമ്മൾ എടുത്ത് നോക്കാം, അത് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ആ നിലക്ക് ലൈവ് ചെയ്ത്, ആ ലൈവിൽ നിന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ആ ഒരു ഭാഗം കാണാത്ത കാഴ്ച സമയത്ത് കാണിക്കും എന്നുള്ളൊരു ഭാഗവും, അതുപോലെ റുഷ്ദമോൾ എന്ന് 3 വട്ടം പേര് കൊടുത്ത് അതിൽ പാട്ടിലില്ലാത്തൊരു പദം സിന്ദാബാദ് എന്നുള്ളൊരു പദം കൊടുത്ത് അതങ്ങനെ പ്രചരിപ്പിച്ചവരുണ്ട്. ഏതായാലും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ മൈൻഡ് അങ്ങനെയാണ്. പക്ഷെ ഇസ്ലാമിക് പരമായിട്ടുള്ള രൂപങ്ങൾ ഇത് ഒരിക്കലും ഒരാളെ നന്നാക്കാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ ഈ രൂപമല്ല ചെയ്യേണ്ടത്. ഒരിക്കലും തന്നെ ഈ ഒരു പാട്ട് മുൻനിർത്തിക്കൊണ്ട് പലരും ചെയ്തിട്ടുള്ളത് ഈ മനുഷ്യനെയും കുടുംബത്തിനെയും പച്ചയായിട്ട് അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഉപദേശമായിട്ടാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോലും അവിടെ പ്ലേ ചെയ്യാതെ ആവണം അവരതിനെ തിരുത്തി കൊടുക്കാൻ ശ്രമിക്കേണ്ടത്. കാരണം മറ്റുള്ളവർക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ അത് നമുക്ക് തിരിയും. കാരണം ആ മനുഷ്യന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒക്കെ ഒരു അവസ്ഥ? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മള്? ആദ്യം ഇത് കണ്ടപ്പോൾ ഇത് പിന്നെ വീട്ടിൽ എത്തി നമ്മൾ ഫോണൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങൾ വന്നിട്ട്, അപ്പോൾ ട്രോളൊന്നും നമ്മൾ ഇറങ്ങാനുള്ള ടൈം ആയിട്ടില്ല. പലരും ഇങ്ങനെ അയച്ചു തന്നിട്ട് ഇതെന്താണ് സംഭവം, അവർക്ക് വിഷയം അറിയില്ലല്ലോ. കാരണം ഇതിന് ഞാൻ പുതിയാപ്പിളായ ഞാനോ പുതിയണ്ണായ എൻ്റെ റുഷ്ദമോളോ അതായത് എൻ്റെ വൈഫോ അവിടെ പെരക്കാർ ആരും ഇതിന് ഉത്തരവാദികളല്ല. ഇത് ആദ്യം കണ്ടപ്പോൾ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി. പക്ഷേ ഓരോ നിമിഷം കൂടുന്തോറും ഇതിങ്ങനെ അതിൻ്റെ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ഈ വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് മനസ്സിലാവും. പക്ഷേ വീട്ടിലുള്ള സ്ത്രീകൾ, ഉമ്മ, ഭാര്യ, അപ്പോൾ ഈ റുഷ്ദമോൾ എന്ന് പറയുന്നത് ഭാര്യയാണ്, പുതിയവണ്ണാണ്, കല്യാണ വീട്ടിലേക്ക് ഇപ്പം വേറൊരു വീട്ടിലേക്ക് കയറി വരുന്ന ഒരു പെൺകുട്ടി കൂടിയാണ്. അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായാലും ശരി. മാനസികാവസ്ഥ തന്നെ ഈ ഫസ്റ്റ് ആരും അതിൻ്റെ ഇല്ലല്ലോ, അത് അതിൻ്റെ വഴിക്ക് പോയിക്കോളെന്ന് വിചാരിച്ചു. പക്ഷേ ഓരോ നിമിഷം ഓരോ മണിക്കൂറുകളും കഴിയുന്നതനുസരിച്ച് പുതിയ വീഡിയോകൾ ഇറങ്ങുന്നു. ഇൻസ്റ്റയിൽ മൊത്തം ട്രെൻഡിങ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ പെൺകുട്ടിയുടെ അവസ്ഥ, റുസ്ത തസ്ലീം ആരിഫ എന്ന ഒരു വധുവായിട്ടുള്ള ഒരു വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എത്രത്തോളം വേദന. കാരണം കുടുംബങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ഇന്ന് വേണ്ട പല ആളുകളിൽ നിന്നും ഇതിങ്ങനെ ഇവരൊക്കെ കേൾക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ്. ആശിച്ച് മോഹിച്ച് ഏതൊരു പെൺകുട്ടിയെയും പോലെ ഉപ്പാനെയും ഉമ്മാനെയൊക്കെ വെടിഞ്ഞിട്ട് ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കാന് ഒരു പുതിയ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആദ്യത്തെ ദിവസങ്ങൾ എന്നത് എത്രത്തോളം സന്തോഷമായ നിമിഷങ്ങളാണ് ഒരു വധുവിനെ സംബന്ധിച്ചിടത്തോളം. ആ സമയത്ത് ഉരുകി ജീവിക്കുകയായിരുന്നെന്ന് ഈ മനുഷ്യൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. പലരും പറഞ്ഞത് ആ പെൺകുട്ടിക്ക് അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവൂല, ഓൾ അതിനൊക്കെ ആ മൈൻഡിലെ കാണുള്ളൂ എന്നാണ്. പക്ഷെ ഇതിങ്ങനെ കേട്ടീമലാലെ കേൾക്കുമ്പോ ഉണ്ടാവുന്ന ഒരു വേദന ഉണ്ട്. അത് അനുഭവിക്കുന്നവർക്ക് അത് പറഞ്ഞാ മനസ്സിലാവുള്ളൂ. ഏതൊക്കെ രൂപത്തിലാണ് ഇതിനെ ട്രോൾ ചെയ്ത്, എന്തിനായിരുന്നു എന്ന് ചിന്തിച്ചാല് ഒരു ആവശ്യമില്ലായിരുന്നു, ഒരു രസം. പക്ഷെ ആ രസം ഒരു പെൺകുട്ടിയുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ ഉണ്ടാക്കിയ വേദന, അവളുടെ ആ ഒരു നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയോ ആ ഒരു പെൺകുട്ടിക്ക്? മാറുന്നു. അപ്പോൾ ശരിക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസത്തിൽ തന്നെ ഞങ്ങളെ വീടൊക്കെ ഒരു മരണ വീട് പോലായിരുന്നു. കാരണം എൻ്റെ ഉമ്മ അന്യ വീടിൽ നിന്ന് വേറൊരു സ്വന്തം കേട്ടില്ലങ്ങള്, അതിൽ നിന്ന് തന്നെ എത്രത്തോളം വേദന പെരക്കാർ അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി സമദ് സഖാഫിയുടെ ഉമ്മാന്റെ പ്രയാസം ഒന്ന് കേട്ടോ കിട്ടാം. ഉമ്മയെ ഉപ്പയെ ഒക്കെ ഒഴിവാക്കി ഒരു പുതു വീട്ടിലേക്ക് വരുന്ന ഈ പെണ്ണിൻ്റെ അവസ്ഥ, അതിൻ്റെ ഒരു മാനസികാവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് അല്ലേ. ഒരു പെണ്ണ് എങ്ങനെ ആയിരിക്കും ആ പുതിയ വീട്ടിൽ ഞാൻ ജീവിക്കുക എന്നൊക്കെ ഒരു പല അവസ്ഥകൾ ഉണ്ടാവില്ലേ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം. അതിന് പുറമെ ഈ ഇത്രയും വലിയ ഒരു ട്രോളും അതുപോലെ ഇങ്ങനെ ഒരു വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവൾ ഒരുപാട് തവണ കരിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ എൻ്റെ ഉമ്മ നിസ്കാരപ്പായിലിരുന്ന് കരിഞ്ഞിട്ടുണ്ട്.
എൻ്റെ ഉപ്പ പലവട്ടം പല ആൾക്കാരും വിളിച്ച് ചോദിക്കുമ്പോൾ കരഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ 2 മക്കൾ എന്താ ചെയ്തത്, എൻ്റെ മരുമകൾ എന്താ ചെയ്തത്, എൻ്റെ മോൻ എന്താ ചെയ്തത്, അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ വലിയ വിഷമത്തിലേക്ക് ഇരയാക്കിയ സംഭവമാണ്. ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ആ കുടുംബം എത്രത്തോളം വേദനയിലാണ് കഴിയുന്നത് എന്ന്. അതുകൊണ്ട് ഇനിയെങ്കിലും ആ കുടുംബത്തിനെ അവരുടേതായിട്ടുള്ള രൂപത്തിലേക്ക് വിടുക. ഈ ഒരു ട്രോളും മറ്റുള്ള വിഷയങ്ങളൊക്കെ ചെയ്ത ആളുകൾ ഒരു കാര്യം ഒന്ന് ആലോചിക്കും ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ പൊരുത്തപ്പെട്ട് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു തരുള്ളൂ എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ചെയ്തിട്ടുള്ള എല്ലാ ആളുകളുണ്ടെങ്കിൽ ആ മനുഷ്യനുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് പൊരുത്തപ്പെടിപ്പിക്കുക. ആ മനുഷ്യൻ ചോദിച്ചാൽ എന്തായാലും പൊരുത്തപ്പെട്ടു തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.